നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവളെ കൊണ്ടുള്ള ശല്യം അതോടെ അവസാനിക്കുകയും ചെയ്യും. കൈലാഷ് പിന്നെ നിന്റെ സ്വന്തം. ഇതൊരു നല്ല ഐഡിയ ആണെന്നാ എനിക്ക് തോന്നുന്നത്. മുക്ത എന്തു പറയുന്നു? മണ്ടത്തര എഴുന്നള്ളിക്കല്ലേ. അവളെ ഇവിടുന്ന് പിടിച്ച പിടിയാലെ കൊണ്ടുപോവാൻ കൈലാഷ് മാഡം സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവര് പറയുന്നത് കേൾക്കാതെ അവളുടെ അമ്മയും ചേച്ചിയും അവളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയാ ആ ദേഷ്യം കൈലാഷ് എന്നോടായിരിക്കും തീർക്കുക. കൈലാഷിന് പിന്നെ എന്നെ കാണുന്ന പോലും കലിയായിരിക്കും. നീ ഇതിലൊന്നും ഇടപെടാതിരുന്നാ പോരെ. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാനും ഡയാനയും കൂടി അവളുടെ അമ്മയും ചേച്ചി അറിയിക്കാം. നീ ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി. എന്നിട്ട് കൈലാഷിനെ ബോധിപ്പിക്കാൻ അവന്റെ മുന്നിൽ വെച്ച് നീ ഞങ്ങളോട് ദേഷ്യപ്പെടണം. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തിനാ അവളുടെ വീട്ടുകാരോട് പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട്. കൈലാഷ് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരില്ലല്ലോ. നിനക്ക് ആ പട്ടിക്കാട്ടുകാരെ കൊണ്ടുള്ള ശല്യം അങ്ങ് അവസാനിച്ച് കിട്ടുകയും ചെയ്യും. അവന്തിക, കൈലാഷിനെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ. പാർവതി വേറൊരുത്തനെ പ്രേമിച്ച് അവന്റെ കൂടെ ജീവിക്കാനായി ഇവിടുന്ന് ഇറങ്ങിപ്പോയി. കൈലാഷിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അവളുടെ മുഖത്ത് പിന്നെ നോക്കില്ല. പക്ഷെ കൈലാഷ് ചെയ്തതോ, ബസ് സ്റ്റാൻഡിൽ പോയി അവളുടെ അമ്മയും ചേച്ചിയും ആ കുട്ടിപ്പിശാശികളെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. വെറും ഒരു ഡ്രൈവറെ പോലെ. എന്തിനു വേണ്ടിയാ? അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. കാമുകൻ ചതിച്ചതിന്റെ സങ്കടത്തിലിരിക്കുന്ന അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതാ കൈലാഷിന്റെ മനസ്സ്. അതാ കൈലാഷിന് അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം. നിങ്ങളൊരു നാടകം കളിച്ച് അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച അടുത്ത നിമിഷം അവൻ അവളെ ഇവിടെ എത്തിച്ചിരിക്കും. അവനെ അവളെയും തമ്മിൽ അകറ്റാൻ നിന്റെ ഇവളുടെയും ചെറിയ ബുദ്ധിയിൽ ഉദിക്കുന്ന ഐഡിയാസ് ഒന്നും പോരാ. ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കണം. മുക്ത, എന്തൊക്കെ പറഞ്ഞാലും അവൾക്കിട്ടൊരു തിരിച്ചടി കൊടുക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് എനിക്ക് കിട്ടില്ല. നടന്നതൊക്കെ നമ്മൾ പറയുമ്പോ നിഷേധിക്കാൻ കഴിയാത്ത നിന്നല്ലേ പറ്റൂ അവൾക്ക്. ഈ ചാൻസ് നമ്മൾ എങ്ങനെയെങ്കിലും ഉപയോഗിക്കണമെന്നാ എന്റെ അഭിപ്രായം. നീ ഇങ്ങനെ ഒരു മണ്ടിയായി പോയല്ലോ ഡയാന. പാർവതി നിന്റെ വീട്ടിൽ ചെന്ന് നീ ഒരാളുമായി ഇഷ്ടത്തിലാണ്, നീ അയാളെ കെട്ടാൻ തയ്യാറാണ്, പക്ഷേ അയാള് നിന്നെ ചതിച്ചുവെന്ന് നിന്റെ ഡാഡിയോടും മമ്മിയോടും പറഞ്ഞ അവരത് വിശ്വസിക്കോ? ഒരിക്കലും വിശ്വസിക്കില്ല. എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും കണ്ണില് ഞാനൊരു നല്ല കുട്ടിയല്ലേ. അതുപോലെ പാർവതിയുടെ അമ്മയുടെയും ചേച്ചിയുടെയും കണ്ണില് പാർവതിയും നല്ല കുട്ടിയാ. ഗന്ധർവന്റെ കൂടെ അവൾ ഒളിച്ചോടി പോവാൻ നോക്കിയെന്ന് നീയോ ഇവളോ പറഞ്ഞാലൊന്നും അവര് വിശ്വസിക്കില്ല. കൈലാഷോ ഭൂമിക മേഡോ പറഞ്ഞാ അവര് വിശ്വസിക്കായിരിക്കും. പക്ഷേ കൈലാഷും ഭൂമിക മേഡും ഇത് പറയുകയില്ല. നമ്മൾ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും മുക്ത. നന്ദൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലല്ലേ. പാർവതിയെ ചതിച്ച കുറ്റത്തിനാണ് നന്ദനെ പോലീസ് പിടിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ അവർ പോലീസ് സ്റ്റേഷനിൽ പോയ നന്ദൻ അവളെ പ്രേമിച്ചിരുന്നതും അവനെ കല്യാണം കഴിക്കാൻ അവൾ അമ്പലത്തിലേക്ക് പോയതെല്ലാം പോലീസ് അവരെ അറിയിക്കില്ലേ? പോലീസ് പറഞ്ഞ അവര് വിശ്വസിക്കില്ലേ? നന്ദൻ പോലീസ് കസ്റ്റഡിയിലാണല്ലോ എന്നോർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന കാര്യം നീ പറയുന്നത്. അവള് ഗന്ധർവനെ പ്രേമിച്ച കാര്യം തൽക്കാലം നിങ്ങൾ അവരോട് പറയാൻ പോവണ്ട. നന്ദൻ പോലീസുകാരോട് നിന്റെ പേര് പറയാൻ സാധ്യതയുണ്ടോ? ഇല്ല മുക്ത, അവൻ നിന്റെ പേര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദൻ ഒരു ട്രെയിൻഡ് ക്രിമിനലാ. അങ്ങനെയുള്ളവര് പോലീസിനെ ഒന്നും പേടിക്കില്ല. നിന്റെ പേര് പറയാത്തിടത്തോളം കാലം നീ അവനെ ഹെൽപ്പ് ചെയ്യുമല്ലോ. നിന്നെ പോലെ കാശും പിടിപാടുള്ള ഒരാളെ അവൻ ഒരിക്കലും ഒറ്റുകൊടുക്കില്ല. അതൊന്നും പറയാൻ കഴിയില്ല അവന്തിക. അവനേക്കാളും തലമൂത്ത ക്രിമിനൽസ് വരെ പോലീസിന്റെ 3 മുറയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പല സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നന്ദനെയും പോലീസിനെ ഒന്നും ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ധൈര്യം നിനക്കില്ലെങ്കിൽ വേണ്ട. പക്ഷെ പാറുവിന്റെ അമ്മയും ചേച്ചിയും ഇവിടെയുള്ള സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവരും കരയണം, അവരെ ഇവിടെ വരുത്തിയതോർത്ത് അവളും കരയണം. അത്രയെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ മുക്ത. അതിന് നീ തന്നെ ഒരു വഴി കണ്ടുപിടിക്കണം. അവളുടെ ബർത്ത്ഡേ അല്ലേ നാളെ?
എനിക്ക് ഈ ജന്മം വേണ്ടായിരുന്നുവെന്ന് അവൾക്ക് തോന്നണം. ഇങ്ങനെ ഒരു വിഷവിത്തിന് ജന്മം നൽകണ്ടായിരുന്നുവെന്ന് അവളുടെ അമ്മയ്ക്കും തോന്നണം. അവളെ സ്നേഹിക്കുന്നവരെല്ലാം അവളെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അതിനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മോനെ, നീ ഇപ്പോഴല്ലേ ഓഫീസിലേക്ക് പോയത്? എന്താ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത്? അത് ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. ഓഫീസിൽ ചെന്നപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തിനാ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നേ? ഈ സ്യൂട്ട് നല്ലതാണല്ലോ. അത് ഈ ക്ലയന്റിനെ മീറ്റ് ചെയ്യുമ്പോ ഫോർമൽ ഡ്രസ്സിന്റെ ആവശ്യമില്ല, കാഷ്വൽ ഡ്രസ് മതി. ക്ലയന്റ് മീറ്റിംഗിന് പോകുമ്പോ സാധാരണ ഫോർമൽ ഡ്രസ് അല്ലേ പതിവ്? അതെ, പക്ഷേ ഈ ക്ലയന്റിന്റെ അടുത്ത് അതിന്റെ ആവശ്യമില്ല. അതെന്താ? അതൊന്നും പറഞ്ഞ മമ്മിക്ക് മനസ്സിലാവില്ല. സംസാരിച്ചിരിക്കാൻ സമയമില്ല മമ്മി, എനിക്ക് പെട്ടെന്ന് പോണം. ഓക്കെ, ഞാൻ നിന്റെ സമയം കളയുന്നില്ല. ശരി. ആന്റി, മുക്തയോ? നിന്നെ കാണുമ്പോ എനിക്കിപ്പോ ടെൻഷനാ. കഴിഞ്ഞ ദിവസം നീ കൈലാഷിനെ കൂട്ടിക്കൊണ്ടുപോയി ആനിവേഴ്സറി ഫംഗ്ഷൻ നശിപ്പിച്ചു. വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ ഞങ്ങൾ നാണം കെട്ടു. ഇന്നിനിപ്പോ എന്ത് പ്ലാനുമായിട്ടാ നീ വന്നിരിക്കുന്നേ? ആന്റിയെ നാണം കെടുത്താനല്ല, വലിയൊരു നാണക്കേടിൽ നിന്ന് ആന്റിയെയും അങ്കിളിനെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. വലിയ നാണക്കേടിനെ രക്ഷിക്കാനോ? എന്താ മുക്ത? കൈലാഷ് എവിടെ? റൂമില് ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട് അത്രേ, പോവാൻ ഡ്രസ് ചെയ്യാ. അവൻ കാണാൻ പോകുന്ന ക്ലയന്റ് ആരാണെന്ന് ആന്റി ചോദിച്ചോ? ഇല്ല. എന്താ മുക്ത? ചോദിച്ചാലും കൈലാഷ് പറയില്ല. അതെന്താ? ഞാൻ പറഞ്ഞുതരാം. അവളില്ലേ, ആ പാർവതി, അവളുടെ അമ്മയും ചേച്ചിയും പിന്നെ ചെറിയ വായില് വലിയ വർത്തമാനം പറയുന്ന ആ പിള്ളേരും, അവരാ കൈലാഷിന്റെ ക്ലയൻസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ ഒന്ന് തെളിച്ചു പറഞ്ഞേ. പാർവതിയുടെ ബർത്ത്ഡേ ആ നാളെ. അത് സെലിബ്രേറ്റ് ചെയ്യാൻ നാട്ടിൽ നിന്നും അവളുടെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ട്, കൂടെ ആ പിള്ളേരും. അവർക്ക് ഈ ടൗണൊക്കെ ചുറ്റി കാണണം. അവരെ കൂട്ടിക്കൊണ്ടുപോയി ടൗൺ കാണിക്കാനാ കൈലാഷ് കുളിച്ചൊരുങ്ങി പോകുന്നത്. ചുരുക്കി പറഞ്ഞ PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD അവർക്ക് വേണ്ടി ഡ്രൈവർ പണി എടുക്കാൻ പോവുകയാണെന്ന്. വെള്ളപ്പൊക്കത്തില് നാടും വീടും നഷ്ടപ്പെട്ട പുറംനാട്ടുകാരെ കൂടും കുടുക്കെടുത്ത് ടൗണിൽ വന്നിറങ്ങില്ലേ, അതുപോലെയാ അവര് വന്നിറങ്ങിയത്.